നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. പ്രിയദർശിനി പദ്ധതി ജൂൺ 15-ന് തുടക്കമാകുന്നു. പദ്ധതിക്ക് വരുമാന പ്രായ നിബന്ധനകളില്ല. സ്കൂളുകളിൽ നിന്നും 1 മില്യൺ ഗോളുമായി ലഹരിക്കെതിരെ തൂഫാൻ. ജീവിതം ലഹരിയാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സെൻസസ് 2027 ജൂൺ 16 മുതൽ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ജൂൺ 15 മുതൽ നടപ്പിലാകും. വരുമാനമോ പ്രായമോ പരിഗണിക്കാതെയും പ്രത്യേക നിബന്ധനകളില്ലാതെയുമാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രാ സൗകര്യം ലഭ്യമാക്കുകയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ KSRTCക്ക് പ്രതിമാസം 65 മുതൽ 70 കോടി രൂപ വരെയും പ്രതിവർഷം 750 മുതൽ 800 കോടി രൂപ വരെയും വരുമാനക്കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഈ തുക സർക്കാർ KSRTCക്ക് അനുവദിക്കും. നിലവിൽ ശമ്പളവും പെൻഷനും നൽകുന്നതിനായി സർക്കാർ നൽകുന്ന വാർഷിക തുകയായ 1500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ അധിക സഹായം. അടുത്ത 6 മാസത്തിനുള്ളിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ KSRTCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ വാങ്ങുക, സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, പരസ്യ വരുമാനം കൂട്ടുക തുടങ്ങിയ നടപടികൾ KSRTC സ്വീകരിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് പ്രിയദർശിനി പദ്ധതിയുടെ 2ാം ഘട്ടം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂളുകളിൽ നിന്നും 1 മില്യൺ ഗോളുമായി ലഹരിക്കെതിരെ തൂഫാൻ. ജീവിതം ലഹരിയാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ അറ്റ് ലോകകപ്പ് 2026 എന്ന പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനത്തെ 17,000-ലധികം സ്കൂളുകൾ പങ്കാളികളാകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം ഗ്ലോബൽ സ്പോർട്സ് സിറ്റിയിൽ ഫുട്ബോൾ ഗോളടിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലഹരി വസ്തുക്കളിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും അകറ്റി കായിക രംഗത്തേക്കും ആരോഗ്യകരമായ വിനോദങ്ങളിലേക്കും ആകർഷിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജീവിതമാണ് ലഹരി എന്ന ബോധ്യം വളർത്തുകയാണ് ലക്ഷ്യം. സ്കൂൾ പരിസരങ്ങളിൽ മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഭാവി തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്നും രക്ഷിക്കുന്നതിനായി നിയമലംഘകർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി മാഫിയകളെ തകർക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. ജൂൺ 26-ലെ ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വിപുലമായ ബോധവൽക്കരണ കായിക പരിപാടികൾ സംഘടിപ്പിക്കും. മന്ത്രി N ഷംസുദ്ദീനും ഒളിമ്പ്യൻ ശ്രീജേഷും വിദ്യാർത്ഥികൾക്കൊപ്പം ഫുട്ബോൾ കളിച്ച് ഗോളടിച്ചു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ D സജിത് ബാബു, ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൈറ്റ് CEO അൻവർ സാദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സെൻസസ് 2027 ജൂൺ 16 മുതൽ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താം. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ജൂൺ 16 മുതൽ ലഭ്യമാകും. സെൽഫ് എന്യൂമറേഷനുള്ള സമയം ജൂൺ 30 വരെയാണ്. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി സമർപ്പിക്കാനുള്ള സംവിധാനം. 15-20 മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാകും. se.census.gov.in പോർട്ടലിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമാണ് ഉപയോഗിക്കാവുന്നത്. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP മുഖേന വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. ഒരിക്കൽ തിരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാനാകില്ല. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്താം. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ അന്തിമ സമർപ്പണത്തിന് മുൻപ് രേഖപ്പെടുത്തി സൂക്ഷിക്കാനുമാകും.
വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തുമ്പോൾ എച്ചിൽ തുടങ്ങുന്ന 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ID കൈമാറി വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കാം. ജൂൺ 30-നകം വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനാകില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തുമ്പോൾ രേഖപ്പെടുത്തും. കൂടുതൽ വിവരങ്ങൾ se.census.gov.in എന്ന സൈറ്റിൽ ലഭിക്കും. സബിൻ സമീദ് PRD ഡയറക്ടറായി ചുമതലയേറ്റു. സംസ്ഥാന വിവര പൊതുജന സമ്പർക്ക വകുപ്പ് INPRD ഡയറക്ടറായി സബിൻ സമീദ് ചുമതലയേറ്റു. നിലവിൽ ലാൻഡ് ബോർഡ് സെക്രട്ടറിയായും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറായും വരികയാണ്. INPRD അഡീഷണൽ ഡയറക്ടർ ജനറൽ സരിത KPയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പുതിയ ഡയറക്ടറെ സ്വീകരിച്ചു. 2014 ഡെപ്യൂട്ടി കളക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച സബിൻ സമീദ് കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിച്ചു. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലെ IAS ഉദ്യോഗസ്ഥരുടെ ചുമതല മാറ്റി നിശ്ചയിച്ച് സർക്കാർ. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയ്ക്ക് കയർ വികസനം, പാർപ്പിടം എന്നിവയുടെ അധിക ചുമതല നൽകി. ധനകാര്യ അഡീഷണൽ സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ സാമ്പത്തിക കാര്യ വകുപ്പിന്റെ അധിക ചുമതലയും ആസൂത്രണ ബോർഡ് മെമ്പർ സെക്രട്ടറിയുടെ ചുമതലയും നൽകി. രാജൻ ഖോബ്രഗഡെ ആരോഗ്യ വകുപ്പിലും ആയുഷ് വകുപ്പിലും അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി തുടരും. ലാൻഡ് റവന്യൂ കമ്മീഷണറായി H ദിനേശൻ നിയമിതനായി. നിലവിലെ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബു K-ക്ക് റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറിയായാണ് നിയമനം. ഡോക്ടർ D സജിത് ബാബു പൊതു വിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി, സ്നേഹിൽ കുമാർ സിംഗ് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ, പുനീത് കുമാർ കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ ന്യൂഡൽഹി, മിൻഹാജ് ആലം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഷർമിള മേരി ജോസഫ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ടിങ്കു ബിസ്വാൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി, K ബിജു വനം വന്യജീവി വകുപ്പ് സെക്രട്ടറി, TV അനുപമ ഗതാഗത വകുപ്പ് സെക്രട്ടറി, S സുഹാസ് ജലവിഭവ വകുപ്പ് സെക്രട്ടറി, ശ്രീറാം സാംബശിവറാവു എക്സൈസ് കമ്മീഷണർ, അദില അബ്ദുള്ള പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, S ഷാനവാസ് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, B അബ്ദുൽ നാസർ ഫിഷറീസ് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, K ഗോപാലകൃഷ്ണൻ പരിസ്ഥിതി കാലാവസ്ഥ വകുപ്പ് ഡയറക്ടർ, TV സുഭാഷ് കാർഷിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, M അഞ്ജന ടൂറിസം വകുപ്പ് ഡയറക്ടർ, സാംസ്കാരിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ഷീബ ജോർജ് വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, അഫ്സാന പർവീൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ, V വിഘ്നേശ്വരി വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, രേണു രാജ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, A ഷിബു റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, N ദേവിദാസ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ, VR വിനോദ് പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, ആസിഫ് K യൂസഫ് നോർക്ക ഡയറക്ടർ, S പ്രേംകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ സഹകരണ സംഘം രജിസ്ട്രാർ, ശ്രീധന്യ സുരേഷ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ, രാഹുൽ കൃഷ്ണ ശർമ്മ GST സ്പെഷ്യൽ കമ്മീഷണർ, മുഹമ്മദ് ഷഫീഖ് GST അഡീഷണൽ കമ്മീഷണർ, സഫ്ന നസറുദ്ദീൻ ലേബർ കമ്മീഷണർ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ, അനു S നായർ നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടർ, JO അരുൺ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടർ, സബിൻ സമീദ് PRD ഡയറക്ടർ, മിസാൽ സാഗർ ഭരത് KSTP ഡയറക്ടർ, ഹർഷിൽ R മീണ KTDC MD തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി CEO, D രഞ്ജിത്ത് തൊഴിലുറപ്പ് മിഷൻ ഡയറക്ടർ പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടർ. റവന്യൂ വകുപ്പിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തുന്ന MBA ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമിന്റെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥ പരിശീലന കേന്ദ്രമായ തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നടത്തുന്ന കേരള സർവകലാശാല അഫിലിയേഷനുള്ള AICTE അംഗീകൃത MBA ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമിലെ 2023 മുതൽ 2025 വരെയുള്ള ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലമാണ് പ്രസിദ്ധീകരിച്ചത്. വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിച്ചു. 2236 മാർക്ക് നേടിയ നിഖിൽ AM ഒന്നാം സ്ഥാനവും 2235 മാർക്കോടെ അൽമ അലോഷ്യസ് രണ്ടാം സ്ഥാനവും 2223 മാർക്കോടെ കൃഷ്ണപ്രിയ നായർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചകളുടെ മലയാള പരിഭാഷ.
കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ ഭരണഘടനാ നിർമ്മാണ സഭാ ചർച്ചകളുടെ മലയാള പരിഭാഷയുടെ 2ാം വാല്യം 495 രൂപ നിരക്കിൽ നിയമസഭാ മ്യൂസിയത്തിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.